വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് ആദ്യം സുസ്മിതയാണ്. സുസ്മിത പറയുകയാണ്, അമ്പലത്തിന്റെ കാര്യവും പറഞ്ഞ് വിഷ്ണുവേട്ടനെ ഇപ്പോൾ വിളിച്ചില്ലായിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും പൊളിഞ്ഞേനെ. അങ്ങനെ ചെയ്തില്ലായിരുന്നു എങ്കിൽ വിഷ്ണുവേട്ടൻ ഫാമാൻറ്റിയുടെ മകനാണെന്ന് അവരറിഞ്ഞേനെ. ഇതങ്ങനെ പെട്ടെന്ന് തീരാൻ പാടില്ല. പുകഞ്ഞങ്ങനെ കത്തണം. ഇതങ്ങനെ പെട്ടെന്ന് കത്തിയമരാൻ ഈ സുസ്മിത സമ്മതിക്കില്ല. പരസ്പരം മുഖത്ത് നോക്കുന്നത് പോലും അസ്വസ്ഥമായി മാറണം. നിങ്ങൾക്കും ശാലിനിക്കും ഒടുവിൽ സമസ്ത അപരാധവും പറഞ്ഞ് ഒരു താലിച്ചരടുമായി വന്ന് ഈ കാൽക്കൽ വന്ന് നമസ്കരിക്കണം. അപ്പോൾ കാണിച്ചു തരാം ഈ സുസ്മിത രക്തപിശാചാകുന്നത് എങ്ങനെയാണെന്ന്. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീട്ടിൽ തന്നെ വിജയലക്ഷ്മിയെയും കൃഷ്ണൻകുട്ടിയെയും രാജീവിനെയുമാണ്. വിജയലക്ഷ്മി ദേഷ്യപ്പെടുകയാണ്. അടിയും കൊണ്ട് പുളിയും കുടിച്ചു. ഇനി ഇവിടെ ഒരു കല്യാണത്തിനും ഞാനില്ല. ഇപ്പൊ തന്നെ പോകാം കൃഷ്ണൻകുട്ടി ചേട്ടാ, തക്കലേക്ക് ഇപ്പൊ തന്നെ പോയേ പറ്റൂ. രാജീവ് പറയുകയാണ്, എൻ്റെ അമ്മേ, ഞാൻ പറയുന്നത് ഒന്ന് കേട്ടിട്ട് മതി ഇനി ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അന്നേരം രാജീവിനോട് ദേഷ്യപ്പെടുകയാണ് വിജയലക്ഷ്മി. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ലോകത്തെങ്ങും വേറൊരു പെണ്ണും ഇല്ലാത്തതുപോലെ. നാണക്കേട്. എനിക്ക് ഓർക്കും തോറും ഭൂമി പിളന്ന് പാതാളത്തിലേക്ക് വീഴുന്നത് പോലെയാണ് തോന്നുന്നത്. എൻ്റെ അമ്മേ, ഇങ്ങനെയൊക്കെ പറയാനും ചിന്തിക്കാനും ശാരിക എന്ത് തെറ്റ് ചെയ്തെന്നാണ് അമ്മ ഈ പറയുന്നത്? അതാദ്യം പറയുക. വിജയലക്ഷ്മി പറയുകയാണ്, ചീഞ്ഞ ആ കുടുംബത്തിൽ പിറന്നത് തന്നെയാണ് അവൾ ചെയ്ത തെറ്റ്. അനിയത്തി ഇങ്ങനെയാണെങ്കിൽ ചേട്ടത്തി എങ്ങനെയാവുമെന്ന് നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. കൃഷ്ണൻകുട്ടി പറയുകയാണ്, അത് മാത്രമല്ലെന്നേ, ഈ ബന്ധത്തിൽ പുത്തരിയിലെ കല്ല് കടിച്ചതല്ലേ. ആ ബോബൻ ജോണിന്റെ സംഭവം പെട്ടെന്നങ്ങ് മറക്കാൻ പറ്റുമോ? രാജീവ് പറയുകയാണ്, അമ്മാവ പ്ലീസ്, പണ്ടേ ഞാനത് പറഞ്ഞ് ക്ലിയർ ചെയ്തതാണ്. നിങ്ങൾ അതിൽ പിടിക്കുന്നത് എന്തിനാണ്? കൃഷ്ണൻകുട്ടി പറയുകയാണ്, നീ പറഞ്ഞു, പക്ഷേ പണ്ടേ നമ്മൾ അതത്ര ബോധ്യപ്പെട്ടിട്ടൊന്നും ഇല്ല. പിന്നെ നിന്നെ സംബന്ധിച്ച് നീ കാണുന്നത് മാത്രമാണ് സത്യം. അല്ലെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, സാധാരണ സാഹചര്യങ്ങൾ അടങ്ങി ഒതുങ്ങി കഴിയുന്ന ഒരു പെൺകുട്ടിക്ക് അതുപോലിടത്ത് ചെന്ന് എത്തിപ്പെടേണ്ട കാര്യം എന്തായിരുന്നു? നീ തന്നെ പറയുക. അതൊരു ഓഫീസല്ല എന്നോർക്കണം, അത് അയാളുടെ വീടാണ്. കുട്ടിയുടെ കൂട്ടുകെട്ട് ശരിയെന്നല്ലേ അതിൻ്റെ അർത്ഥം? അത് അപകടമാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അന്നേരം ദേഷ്യപ്പെട്ട് രാജീവ് പറയുകയാണ്, എൻ്റെ അമ്മാവ ഞാൻ പറയുന്നതെന്ന് എന്ന് പറയുന്നവഴേക്കും അതിന് തടയിടുകയാണ് വിജയലക്ഷ്മി. പെണ്ണിനെ കണ്ട് കണ്ണ് മഞ്ഞളിച്ചുകൊണ്ട് നിനക്കിപ്പോൾ ഒന്നും കുഴപ്പമായിട്ട് തോന്നാത്തത് കൊണ്ടാണ്. ഇട്ട് കഴിയുമ്പോഴായിരിക്കും പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് പൊങ്ങി വരുന്നത്. രാജീവ് പറയുകയാണ്, അമ്മേ, ശാരിക അങ്ങനെയൊന്നുമുള്ള ഒരു പെൺകുട്ടി അല്ല. കൃഷ്ണൻകുട്ടി ചോദിക്കുകയാണ്, എങ്ങനെയുള്ള പെൺകുട്ടിയല്ല? എടാ, ഈ പറഞ്ഞ പെൺകുട്ടിയെ നിനക്ക് എത്ര കാലമായിട്ട് അറിയാം? കൂടിപ്പോയാൽ 5-6 മാസം അല്ലേ? ഇതിനു മുൻപും അവൾ അവിടെ തന്നെയാണ് ജീവിച്ചിരുന്നത്. ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ അപ്പോൾ അവൾക്ക് അവിടെ ഉണ്ടായിട്ടുണ്ടാകും. എന്നിട്ടും ബോബന്റെ അടുത്ത് ഒരു അപകടത്തിൽപ്പെട്ടപ്പോൾ നിന്നെ തന്നെ അവൾക്ക് വിളിക്കേണ്ട ആവശ്യം എന്താണ്? ജസ്റ്റ് ഒന്ന് നീ ആലോചിച്ചു നോക്ക്. ബോബനുമായിട്ട് അടുപ്പത്തിലായിരുന്നിട്ട് ഒരു ഘട്ടം എത്തിയപ്പോൾ അടിച്ചു പിരിഞ്ഞു കാണും. അവൾ അയാളെ കുടുക്കിയതാണെങ്കിലോ? അതിനൊപ്പം പുതിയ ഇരയായിട്ട് നിന്നെ അവൾക്ക് കിട്ടുകയും ചെയ്തു. കച്ചവടം ലാഭമല്ലേ? നീ എന്തു പറയുന്നു? ദേഷ്യപ്പെട്ട് രാജീവ് പറയുകയാണ്, ഇത്ര ചീപ്പായിട്ട് ചിന്തിക്കല്ലേ അമ്മാവ, ഇതൊക്കെ വലിയ മോശമാണ്. അന്നേരം വിജയലക്ഷ്മി പറയുകയാണ്, ചീപ്പ് നീ കണ്ടെത്തിയ പെണ്ണിന്റെ കുടുംബമാണ്, അല്ലാതെ ചേട്ടൻ പറഞ്ഞതല്ല. അല്ലെങ്കിൽ തന്നെ അവളുടെ അനിയത്തി ശാലിനിയെ പറ്റി ആ റൗഡി മൊത്തം വിളിച്ചു പറഞ്ഞത് നീ കേട്ടില്ലേ? അവനൊപ്പം അവൾ നാഗർകോവിൽ വരെ ട്രിപ്പ് പോയെന്ന്, ഒരു രാത്രി ഒന്നിച്ചൊരു ഹോട്ടൽ റൂമിൽ താമസിച്ചെന്ന്. ഇതിന്റെയൊക്കെ അർത്ഥമെന്താ? അതുപോലൊരു റൗഡിയുടെ കൂടെ അത്രയും ദൂരെ പോയി ഒരു ഹോട്ടൽ റൂമിൽ ഒന്നിച്ച് കഴിയാം എന്നുണ്ടെങ്കിൽ അവളുടെ കരളുറപ്പ് എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ആര് വിളിച്ചാലും അവൾ കൂടെ പോകും എന്നല്ലേ അതിന്റെ അർത്ഥം? രാജീവ് പറയുകയാണ്, മതി നിർത്ത് പ്ലീസ്. ഇനിയും നിങ്ങളുടെ നാവിൽ നിന്നും ഇത്തരം അനാവശ്യങ്ങൾ കേൾക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പുറത്തേക്ക് പോവുകയാണ്, അല്പം മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത്രയും പറഞ്ഞ് ശാരദാമ്മയുടെ വീടിന്റെ ആ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് രാജീവ്. വിജയലക്ഷ്മി കൃഷ്ണൻകുട്ടിയോട് പറയുകയാണ്, അവൾ അവന്റെ അസ്ഥിക്ക് പിടിച്ചുപോയി, അത് തന്നെയാണ് കാര്യം. ഇനിയിപ്പോ എന്താ ചെയ്യുക കൃഷ്ണൻകുട്ടി ചേട്ടാ? കൃഷ്ണൻകുട്ടി പറയുകയാണ്, ഇതിനൊരു തീർപ്പുണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി വിജയലക്ഷ്മി. ഈ സാഹചര്യത്തിൽ അവനെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകുന്നത് ബുദ്ധിയല്ല. നേരെ വാ നേരെ പോ എന്നുള്ളൊരു മട്ടിലാണ് അവൻ. ആലാണെന്ന് കരുതി ചുണ്ണാമ്പ് കാട്ടി അവനെ അവൾ മയക്കിക്കളയും. വിജയലക്ഷ്മി പറയുകയാണ്, ആദ്യം ഇതിനൊരു തീർപ്പുണ്ടാകട്ടെ, പിന്നീട് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം. വേണമെങ്കിൽ അവനൊരു ട്രാൻസ്ഫറിനും ശ്രമിക്കാം അല്ലേ? അത് തന്നെയെന്ന് പറയുകയാണ് കൃഷ്ണൻകുട്ടി. ആ ഗുണ്ടയ്ക്കെതിരെ നമുക്ക് പോലീസിലൊരു കംപ്ലൈന്റ് കൊടുത്താലോ കൃഷ്ണൻകുട്ടി ചേട്ടാ? വേണ്ട വിജയലക്ഷ്മി, അന്യനാടാണ്, പോരാത്തതിന് നാറ്റക്കേസും. എത്രയും പെട്ടെന്ന് നമുക്കിതിൽ നിന്നും തലയൂരാം. അതേ ഇനി നമുക്ക് ചെയ്യാനുള്ളൂ. ഇത്രയും നേരം ഇവർ നിന്ന് സംസാരിച്ചത് രാജീവിന്റെ വാടക വീട്ടിലായിരുന്നു. പിന്നീട് ബൈക്ക് എടുത്ത് രാജീവ് പുറപ്പെടാനായി ഒരുങ്ങുമ്പോൾ അവിടേക്ക് വരികയാണ് ശാലിനി. ബൈക്ക് നിർത്തി അതിൽ നിന്നും ഇറങ്ങി രാജീവ് ചോദിക്കുകയാണ്, എന്താ ശാലിനി ഇങ്ങോട്ട് വന്നത്?
പുതിയ എന്തെങ്കിലും സമ്മാനവുമായിട്ട് വന്നതാണോ? കുറച്ചു മുമ്പ് കിട്ടിയത് ദേഹത്തു നിന്നും മാഞ്ഞിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. സങ്കടപ്പെട്ട് ശാലിനി പറയുകയാണ്, സാറ് മാപ്പാക്കണം. ഞാൻ ചെയ്ത തെറ്റിന് എന്റെ ചേച്ചിയെ ശിക്ഷിക്കരുത്. എന്ത് ശിക്ഷയും എനിക്ക് വിധിച്ചോളൂ, സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാനിപ്പോ എന്തു വേണമെന്നാണ് ഇയാൾ പറയുന്നത്? ശാരിയേച്ചുമായിട്ടുള്ള വിവാഹത്തിൽ നിന്നും സാറ് പിന്മാറരുത്. കാര്യങ്ങൾ ആലോചിച്ച പോലെ തന്നെ നടത്താം നമുക്ക്. അജീവ് പറയുകയാണ്, എടോ എന്റെ നിലപാടിന് ഇപ്പോൾ ഒരു മാറ്റവും തന്നെ ഇല്ല. അജീവിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ശാരിക മാത്രമായിരിക്കുമെന്ന് ഞാൻ ഉറപ്പു തരാം. പക്ഷേ താനൊന്നു മനസ്സിലാക്കേണ്ടത്, ഞാൻ ഒറ്റയ്ക്ക് പൊട്ടിമുളച്ചതല്ല ഈ ഭൂമിയിൽ. അമ്മയെയും അമ്മാവനെയും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം. അതാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ ശാലിനി പറയുകയാണ്, മനസ്സിലാവുന്നു സാർ, പക്ഷേ ഞാനൊന്ന് സംസാരിച്ചോട്ടെ അവരോട്. ഇപ്പൊ സംസാരിച്ചാൽ ശരിയാവുമെന്ന് തോന്നുന്നില്ല ശാലിനി. കല്യാണ നിശ്ചയത്തിന് വന്ന മകന് കിട്ടിയ അടിയുടെ ചൂട് മാറിയിട്ടില്ല ആ അമ്മയുടെ മനസ്സിൽ. അപ്പോൾ അതിന്റെ പേരിൽ ഒരു യുദ്ധം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയതേ ഉള്ളൂ. ഏത് യുദ്ധത്തിനും ഏത് ആയുധത്തിന്റെ മുൻപിലും ആ ദേഷ്യം മാറുമെങ്കിൽ നിന്നു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് സാർ. ഭൂമിയോളം താഴാൻ ഞാൻ, വേണമെങ്കിൽ അതിന് താഴേക്കും താഴാൻ ഞാൻ തയ്യാറാണ്. എന്റെ കയ്യിൽ നിന്നും പറ്റിയ തെറ്റല്ലേ, അതെനിക്ക് തിരുത്തിയേ പറ്റൂ. ഞാനൊന്ന് സംസാരിക്കട്ടെ അവരോട് എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുകയാണ് ശാലിനി. അകത്തേക്ക് കയറുമ്പോൾ വണ്ടിയെടുത്ത് പുറപ്പെടുകയാണ് രാജീവ്. അകത്തേക്ക് കയറിയ ശാലിനി വിളിക്കുകയാണ്, വിജയമ്മേ. ശാലിനിയെ കണ്ട് ദേഷ്യപ്പെട്ട് വിജയലക്ഷ്മി ചോദിക്കുകയാണ്, എന്തു വേണം? ശാലിനി പറയുകയാണ്, ഒന്ന് സംസാരിക്കണം. വീണ്ടും വിജയലക്ഷ്മി ചോദിക്കുകയാണ്, എന്തിന്? തൽക്കാലം എനിക്കതിന്റെ ആവശ്യമൊന്നും ഇല്ല. അത്രയ്ക്ക് ഗംഭീരമാണ് ഞങ്ങൾക്ക് നിന്റെ വീട്ടിൽ നിന്നും കിട്ടിയ സ്വീകരണം. അങ്ങോട്ട് പറയുകയാണ്, അതെ അതെ, ചടങ്ങിന് വിളിച്ചു കയറ്റി. എന്തായിരുന്നു സ്വീകരണം? മതിയായില്ലേ ഈ കുട്ടിക്ക്? ആരെ കൊല്ലിക്കാനാണ് പുതിയ ഈ പുറപ്പാട്? പറഞ്ഞുകൊണ്ട് ശാലിനി പറയുകയാണ്, ക്ഷമിക്കണം അമ്മാവ, മാപ്പാക്കണം എന്നോട്. ഞാൻ പ്രതീക്ഷിച്ചതല്ല അവിടെ നടന്നതൊന്നും. അങ്ങോട്ട് ചോദിക്കുകയാണ്, ഞങ്ങളെ കുട്ടിയെ പട്ടിയെ പോലെ ചതച്ചിട്ട് ഇനി മാപ്പാക്കാനോ? കോളേജ് ലെക്ചറാണ് അവൻ നിങ്ങളോടൊക്കെ എന്ത് തെറ്റാണ് ചെയ്തത്? ആദ്യം അത് എന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി പറയുകയാണ്, തെറ്റ് ചെയ്തത് ഞങ്ങളാണ് കൃഷ്ണൻകുട്ടി ചേട്ടാ. അർഹതയില്ലാത്തവർക്ക് അമൂല്യമായതൊന്ന് കൊണ്ടുകൊടുക്കാൻ പോയി. UGC സ്കെയിലിൽ ലക്ഷത്തിൽ കൂടുതൽ ശമ്പളം വാങ്ങുന്നവനാണ് ഞങ്ങളുടെ മോൻ. എന്റെ ചേച്ചിയേക്കാൾ പകിട്ടും പത്രാസും പകിട്ടുമുള്ള പെണ്ണുങ്ങളെ എന്റെ മോന് കിട്ടും. മറിച്ച് നിന്റെ ചേച്ചിക്ക് എന്ത് യോഗ്യതയാടി ഉള്ളത്? പഠിപ്പുണ്ടോ, ജോലിയുണ്ടോ, അത്ര വലിയ സൗന്ദര്യമുണ്ടോ? ഇതൊക്കെ കേട്ടു നിന്ന് കരയുകയാണ് ശാലിനി. പാരമ്പര്യമോ സ്വത്തുവകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നിന്റെ വീടും കുടുംബവും ഒക്കെ വന്ന് കണ്ടപ്പോൾ ആകെ തോന്നിയത് ആ കൊള്ളാവുന്ന കുടുംബമഹിമ മാത്രമാണ്. അതും ഇപ്പോൾ മനസ്സിലായി. ഇപ്പോഴത് റൗഡികളും തെമ്മാടികളും ഏറുനിരങ്ങുന്ന ഒരു വീടാണെന്ന് എന്ന് പറഞ്ഞ് ആട്ടുകയാണ് വിജയലക്ഷ്മി. കൃഷ്ണൻകുട്ടി പറയുകയാണ്, ദേ ആ ആലോചനയും അവിടത്തുമായിട്ടുള്ള എല്ലാവരുമായിട്ടുള്ള സംസർഗവും നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. മേലാൽ നീ നടപ്പടി കയറി അകത്തേക്ക് വരരുത്. നിനക്ക് പോകാം എന്ന് പറയുകയാണ് കൃഷ്ണൻകുട്ടി. കരഞ്ഞുകൊണ്ട് ശാലിനി പറയുകയാണ്, അയ്യോ അങ്ങനെ പറയരുത്. ഞാൻ ചെയ്ത തെറ്റിന് എന്തിനാണ് എൻ്റെ ചേച്ചിയെ ശിക്ഷിക്കുന്നത്? പക്ഷെ എനിക്കായിക്കോട്ടെ, പ്ലീസ് നിങ്ങൾ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറരുത്. കൈകുപ്പി അപേക്ഷിക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞ് തൊഴുകൈയോടെ നിൽക്കുകയാണ് ശാലിനി. കൃഷ്ണൻകുട്ടി പറയുകയാണ്, ഈ കണ്ണീരൊക്കെ കണ്ട് ഇവിടെ ആരുടെയും മനസ്സൊന്നും അലിയാൻ പോകുന്നില്ല കേട്ടോ. ഇത് ഞങ്ങളുടെ കുട്ടിയുടെ ഭാവിയുടെ കാര്യമാണ്. കുട്ടിക്ക് പോകാം. അന്നേരം വിജയലക്ഷ്മിയുടെ കാലിൽ വീണ് ശാലിനി പറയുകയാണ്, പൊറുക്കണം, മാപ്പാക്കണം, പ്ലീസ് നിങ്ങൾ ഈ കല്യാണത്തിൽ നിന്നും പിന്മാറരുത്. ഞാൻ ചെയ്ത തെറ്റിന് എൻ്റെ ചേച്ചിയെ ശിക്ഷിക്കരുത്, പൊറുക്കണം പ്ലീസ്. എൻ്റെ ചേച്ചിയെ നിങ്ങൾ കൈവെടിയരുത് എന്നൊക്കെ പറയുകയാണ് ശാലിനി. അന്നേരം വിജയലക്ഷ്മി ശാലിനിയെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്, മതി കരഞ്ഞത്, എഴുന്നേൽക്ക്. നിശ്ചയം വരെ എത്തിയതല്ലേ. ഒരു പെൺകുട്ടിയുടെ ഭാവി ചവിട്ടിയരച്ച് കളയണം എന്നൊന്നും ഞങ്ങൾക്കില്ല. നോക്കട്ടെ ഞങ്ങൾക്ക് ഈ ബന്ധം തുടരാൻ പറ്റുമോന്ന്. രാജീവിനെ കൊണ്ട് തന്നെ ശാരികയെ വിവാഹം കഴിപ്പിക്കാൻ പറ്റുമോന്ന് നമുക്ക് ശ്രമിച്ചു നോക്കാം. അന്നേരം സന്തോഷിക്കുകയാണ് ശാലിനി. പക്ഷെ ഇത് മനസ്സിലാകാതെ നിൽക്കുകയാണ് കൃഷ്ണൻകുട്ടി. തൽക്കാലം നീ സമാധാനപ്പെടാൻ നോക്ക്. ലക്ഷ്മിയുടെ കൈ പിടിച്ച് ശാലിനി പറയുകയാണ്, ഒരുപാട് നന്ദിയുണ്ട് വിജയമ്മേ. നിങ്ങൾക്കിപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവത്തിന്റെ സ്ഥാനമാണ്. അയ്യോ അതൊന്നും വേണ്ട. രാജീവിന് ശാരികയെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയത് കൊണ്ടും ഇത്രയ്ക്ക് കരഞ്ഞു പറഞ്ഞത് കൊണ്ടാണ് എന്ന് കൂട്ടിക്കോ. പക്ഷേ ഒരു ഉപാധിയുടെ മേൽ മാത്രമേ ഈ ബന്ധം തുടരാൻ ഞങ്ങൾ സമ്മതിക്കൂ. അതിനുശേഷം വിജയലക്ഷ്മി പറയുകയാണ്, ശാരികയുടെയും രാജീവിന്റെയും കല്യാണത്തിന് മുൻപ് നിന്റെ കല്യാണം കഴിയണം. അത് കേട്ട് അന്തം വിടുകയാണ് ശാലിനി. വിജയലക്ഷ്മി ചോദിക്കുകയാണ്, എന്താ നടത്താൻ പറ്റുമോ? വിജയമ്മയെന്ന് വിളിക്കുകയാണ് ശാലിനി. വിജയലക്ഷ്മി പറയുകയാണ്, അതെ വിജയമ്മ തന്നെ. ഒരു പെണ്ണിന് ചീത്തപ്പേരുണ്ടായാൽ അതങ്ങനെ തന്നെ കിടക്കും ശാലിനി. ആദ്യം നീ നിന്റെ പേരിലുണ്ടായ ആ ചീത്തപ്പേര് മാറ്റിയെടുക്ക്. അതൊരു വിവാഹത്തിലൂടെ മാത്രമേ നടക്കൂ. അതുകൊണ്ട് നീ ഉടൻ വിവാഹം കഴിക്കണം. അതാണ് ഞങ്ങളുടെ കണ്ടീഷൻ.
അന്നേരം ശാലിനി അന്ന് സിവിൽ സർവീസിന്റെ മെയിൻ എക്സാം എഴുതാൻ പോയപ്പോൾ ശാരദാമ്മ ഫോണിൽ കൂടി ഉപദേശിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ചു നിൽക്കുന്ന ശാലിനിയോട് വിജയലക്ഷ്മി ചോദിക്കുകയാണ്, നീ ഒന്നും പറഞ്ഞില്ല. വിജയമ്മേ അത് പിന്നെ എന്നൊക്കെ ശാലിനി പറയുമ്പോൾ വിജയലക്ഷ്മി പറയുകയാണ്, തിടുക്കത്തിലൊരു തീരുമാനം എടുക്കണ്ട. ശാലിനിയുടെ ജീവിതത്തിന്റെ കാര്യം ശാലിനിക്ക് തീരുമാനിക്കാം. ഒപ്പം രാജീവ് ശാരികയെ വിവാഹം കഴിക്കണമോ എന്നുള്ളതും. ശാലിനി ചോദിക്കുകയാണ്, വിജയമ്മേ അതല്ലാതെ വേറെ എന്ന് ചോദിക്കുമ്പോൾ വിജയലക്ഷ്മി പറയുകയാണ്, അല്ലാതെ വേറൊരു വഴി ഇല്ല ശാലിനിക്ക് പോകാം, ചെല്ല് എന്ന് പറയുകയാണ് വിജയലക്ഷ്മി. ശാലിനി പോയ ശേഷം കൃഷ്ണൻകുട്ടി പറയുകയാണ്, ബെലേഫേഷ്, നിന്റെ തന്ത്രം ജയിച്ചു വിജയെ. നമ്മുടെ ഭാഗത്തു നിന്നും ഒരു വിട്ടുവീഴ്ച ഉണ്ടായില്ലെന്നും വേണ്ട. രാജീവ് ശാരിക വിവാഹം നടക്കുകയുമില്ല. എന്താ, ശരിയല്ലേ? വിജയലക്ഷ്മി പറയുകയാണ്, അതെ, പറഞ്ഞു കേട്ടത് വെച്ച് അവളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് IAS. അത് വലിച്ചെറിഞ്ഞ് ഉടൻ കല്യാണം എന്ന വിട്ടുവീഴ്ചയ്ക്ക് അവൾ തയ്യാറാകില്ല. എനിക്ക് ഉറപ്പാണ്. ചുരുക്കി പറഞ്ഞാൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ നമ്മൾ ഇതിൽ നിന്നും പിന്മാറുന്നു. അത് പറഞ്ഞ് ചിരിക്കുകയാണ് വിജയലക്ഷ്മിയും കൃഷ്ണൻകുട്ടിയും. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീടാണ്. അവിടെ വിഷമിച്ചിരിക്കുകയാണ് ശാരദാമ്മയും ശാരികയും ശ്യാമയും. അന്നേരം അവിടേക്ക് കാറിലെത്തുകയാണ് സത്യഭാമയും പ്രീതിയും. കാറിൽ നിന്നിറങ്ങിയ പ്രീതിയോട് സത്യഭാമ ചോദിക്കുകയാണ്, നിനക്കെന്താ ഒരു പേടി പോലെ? ഏയ്, ഒന്നുമില്ലമ്മേ. എൻ്റെ അമ്മയുടെ പേര് സത്യഭാമ എന്നാണ്, മറക്കണ്ട, വാ എന്ന് വിളിക്കുകയാണ് പ്രീതിയെ സത്യഭാമ. മുറ്റത്ത് വന്ന സത്യഭാമ ശാരദാമ്മയെന്ന് വിളിക്കുമ്പോൾ ശാരദാമ്മ കരുതുകയാണ്, എന്തിനാ സത്യഭാമ വന്നിരിക്കുന്നത്? ശാരിക പറയുകയാണ്, ആർക്കറിയാം. ശ്യാമ പറയുകയാണ്, ഇനി അവര് ജോലിക്കാരെയും കൊണ്ട് വന്നതായിരിക്കുമോ പ്രശ്നമുണ്ടാക്കാൻ? ശാരിക ചോദിക്കുകയാണ്, അയാൾ ഉണ്ടാക്കിയതിൽ കൂടുതൽ ഇനി എന്തു പ്രശ്നമുണ്ടാക്കാനാണ് ഇവിടെ? അതേസമയം പുറത്തുനിന്ന് വീണ്ടും സത്യഭാമ വിളിക്കുകയാണ്, ആരുമില്ലേ ഇവിടെ? സത്യാമ്മയെന്നും പറഞ്ഞ് ശാരദാമ്മ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സത്യഭാമ പറയുകയാണ്, ദേ ഈ നിൽക്കുന്നതാണ് എൻ്റെ മകൾ പ്രീതി. നിങ്ങൾക്ക് ഇവളെ ആവശ്യത്തിന് ചീത്ത പറയുകയോ അസഭ്യം പറയുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. എൻ്റെ മുൻപിൽ വച്ച് പറയുന്നത് ന്യായമാണെങ്കിൽ കൈയും കെട്ടി അത് കേട്ടു നിന്നിട്ട് മടങ്ങും ഞാൻ. അതല്ല ഇവളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ നിങ്ങളുടെ പല്ലടിച്ച് താഴെയിടും ഈ സത്യഭാമ. അന്തം വിട്ട് ശാരദാമ്മ ചോദിക്കുകയാണ്, അതിന് ഞാനും ഈ കുട്ടിയും തമ്മിൽ എന്താ പ്രശ്നം? എന്തിനാ സത്യാമ്മ ഇവിടെ വന്നിങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നത്? സത്യഭാമ പറയുകയാണ്, അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത്. നിങ്ങളും പ്രീതിയും തമ്മിൽ എന്താ പ്രശ്നമെന്ന്. നിങ്ങൾ എന്തിനാ ഇവളെ ഫോൺ ചെയ്ത് ചീത്ത വിളിച്ചത്? ശാരദാമ്മ ചോദിക്കുകയാണ്, ഓ അതാണോ കാര്യം? ഞാൻ ആരെയും ഫോൺ ചെയ്തിട്ടില്ല. ഈ കുട്ടിയാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. മനസ്സിലാകാതെ സത്യഭാമ പ്രീതിയെ നോക്കുമ്പോൾ പ്രീതി പറയുകയാണ്, അതെ അമ്മേ, ഞാനാണ് ഇങ്ങോട്ട് വിളിച്ചത്. ശാരദാമ്മ എന്നെ വഴക്ക് പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞതാണ്. പക്ഷെ അമ്മ അത് കേട്ടില്ല. ശാരദാമ്മ പറയുകയാണ്, ഈ കുട്ടിയോട് മോശമായി ഒരു വാക്കും ഞാൻ പറഞ്ഞിട്ടില്ല സത്യാമ്മേ. ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സ്വല്പം വിഷമത്തിൽ പറഞ്ഞുപോയി എന്നുള്ളത് സത്യമാണ്. അത്രയ്ക്ക് മനസ്സ് കലങ്ങിയ അവസ്ഥയിലാണ് ഞാനിപ്പോൾ. സത്യഭാമ ചോദിക്കുകയാണ്, മനസ്സ് കലങ്ങാനോ? അതിനിവിടെ എന്താ സംഭവിച്ചത്? മനസ്സിലായില്ലല്ലോ. അന്നേരം ശാരികയെ പിടിച്ച് ശാരദാമ്മ പറയുകയാണ്, ദേ ഈ നിൽക്കുന്ന എൻ്റെ മോളെ കണ്ടോ? നിങ്ങൾക്ക് നിങ്ങളെ മോളോടുള്ളതുപോലെയുള്ള വാത്സല്യവും പ്രതീക്ഷയും ഒക്കെ എനിക്ക് എൻ്റെ മോളോടും ഉണ്ട്. അവളുടെ കല്യാണ നിശ്ചയമായിരുന്നു ഇന്ന്. ആ ബന്ധം വേണ്ടാന്ന് പറഞ്ഞ് ചെറുക്കൻ കൂട്ടര് ഇറങ്ങിപ്പോയി. ആ സമയത്ത് ഒരമ്മയുടെ നെഞ്ചിലുണ്ടാകുന്ന തീയും വേവും ഊഹിക്കാൻ കഴിയുമെങ്കിൽ ഊഹിക്കാം നിങ്ങൾക്ക്. സത്യഭാമ ചോദിക്കുകയാണ്, അതൊക്കെ എന്നോട് എന്തിനാണ് പറയുന്നത്? നിങ്ങളുടെ മോളുടെ കല്യാണം മുടങ്ങിയതും ഞാനും തമ്മിൽ എന്താ ബന്ധം? ശാരദാമ്മ പറയുകയാണ്, നിങ്ങളോട് തന്നെയാണ് പറയേണ്ടത്. ഒന്നാമത് നിങ്ങളിപ്പോൾ കാര്യം ചോദിച്ചു. രണ്ടാമത് എൻ്റെ മകളുടെ കല്യാണ നിശ്ചയം മുടങ്ങാൻ ഒരു കാരണം നിങ്ങളും കൂടിയാണ്. ഞാനോ ഒന്ന് പരിഭ്രമിച്ച് ചോദിക്കുകയാണ് സത്യഭാമ. ശാരദാമ്മ പറയുകയാണ്, അതെ, നിങ്ങൾ തന്നെ എന്ത് തോന്നിയാസം കാണിച്ചാലും സംരക്ഷിക്കാൻ നിങ്ങളുണ്ട് എന്ന ധൈര്യത്തിൽ. ആ ധൈര്യത്തിലായിരുന്നു അവൻ്റെ ഈ കളി മുഴുവൻ. ശാരികയുമായി വിവാഹമുറപ്പിച്ച രാജീവ് സാറിനെ അവൻ തല്ലി. അതും നിശ്ചയ ചടങ്ങിനിടെ നാട്ടുകാർ മുഴുവൻ നോക്കി നിൽക്കുമ്പോൾ. മേലാൽ ഈ ബന്ധത്തിന്റെ പേരും പറഞ്ഞ് ഇവിടെ കയറി വന്നാൽ കൊല്ലുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തി. അതോടെ മോളുടെ ബന്ധം വേണ്ടാന്ന് പറഞ്ഞ് അവരിറങ്ങിപ്പോയി. ഇതിനപ്പുറം ഒരു പെൺകുട്ടിയോട് ചെയ്യാനുള്ള ദ്രോഹം എന്താണ്? നിങ്ങൾ തന്നെ പറയുക. ഒന്നും മനസ്സിലാകാതെ സത്യഭാമ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ആരായി അവൻ? ഞാനും അവനുമായിട്ടുള്ള ബന്ധം എന്താണ്? പ്രീതി നിന്ന് പരുങ്ങുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, നിങ്ങളുടെ വീട്ടിലെ ജോലിക്കാരനാണ് അവൻ. ഇത് തന്നെയാണ് ബന്ധവും. സത്യഭാമ ചോദിക്കുകയാണ്, എൻ്റെ വീട്ടിലെ ജോലിക്കാരനോ? അതേയെന്ന് ശാരദാമ്മ പറയുമ്പോൾ സത്യഭാമ പറയുകയാണ്, എൻ്റെ വീട്ടിൽ ആകെയുള്ള ജോലിക്കാരൻ കാര്യസ്ഥൻ രമണൻ പിള്ളയാണ്. അയാൾക്ക് നിങ്ങളുടെ മകളുടെ കല്യാണം മുടക്കാനുള്ള പ്രായമല്ല. വയസ്സ് 60 കഴിഞ്ഞു. അന്നേരം ശാരദാമ്മ പറയുകയാണ്, അയാളല്ല, ഒരു ചെറുപ്പക്കാരനാണ് ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയത്. സത്യഭാമ ചോദിക്കുകയാണ്, ഏത് ചെറുപ്പക്കാരൻ? എന്താ അവൻ്റെ പേര്?
അന്നേരം ശാരദാമ്മ ശാരിയോടും ശ്യാമയോടും ചോദിക്കുകയാണ്, പേരറിയാമോ അവൻ്റെ മക്കളെ നിങ്ങൾക്ക്? എന്തു ചെയ്യണമെന്നറിയാതെ ആലോചിച്ച് നിൽക്കുകയാണ് പ്രീതി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.